dear friends, welcome to yet another session of Word of the Day. Yes. അപ്പോൾ Word of the Day അല്ലേ നമ്മൾ ഒരു വേർഡും അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെയാണല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. നമ്മൾ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറ്? നമ്മുടെ ഈ ഒരു ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് റെഗുലറായി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാറ്. അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയാം. ഈ ഒരു വേർഡ് ഓഫ് ദ ഡേ എന്നുള്ള ഈ ഒരു സെഷനിൽ നമ്മൾ ഏതെങ്കിലും ഒരു വേർഡ്, ഒരു ഭയങ്കര എന്താ പറയുക, ഒരു പുതിയൊരു വേർഡ് നമ്മൾ എടുക്കും. ആ വേർഡിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുമ്പം നമുക്ക് 10 മാർക്സോളം നമുക്ക് ഈ ഒരു സെഷനിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്താണ് ഈ ഒരു ഒറ്റ അല്ലെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് സെഷനിൽ നമുക്ക് എങ്ങനെയാണ് 10 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റണേന്ന് ചോദിച്ചാൽ, നമ്മളൊരു വേർഡ് എടുക്കും. ആ വേർഡ് ഏത് പാർട്ട് ഓഫ് സ്പീച്ചാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആ ഒരു വേർഡ് നൗൺ ആണെങ്കിൽ പിന്നെ അത് അൺകൗണ്ടബിൾ നൗൺ ആണോ കൗണ്ടബിൾ നൗൺ ആണോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. അതിൻ്റെ സിംഗുലർ പ്ലൂറൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഇനി അതല്ല ആ വേർഡ് ഒരു അഡ്ജക്റ്റീവ് ആണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസണും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു വെർബാണെങ്കിൽ വെർബിൻ്റെ 4 ഫോംസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി നമുക്കറിയാം ചില വേർഡ്സ് നമ്മൾ അങ്ങനെ തന്നെ വേറെ പാർട്സ് ഓഫ് സ്പീച്ചായിട്ട്, നമ്മളിപ്പോൾ സ്റ്റഡി എന്നുള്ള വേർഡ് നമുക്ക് നൗണായിട്ടും അല്ലെങ്കിൽ വെർബായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില വേർഡ്സ് നമുക്ക് അങ്ങനെ സെയിം വേർഡ് തന്നെ ഒന്നിലധികം ഫോംസിൽ, ഒന്നിലധികം പാർട്സ് ഓഫ് സ്പീച്ചിൽ യൂസ് ചെയ്യാൻ പറ്റും. ചില വേർഡ്സ് നമ്മൾ വേറെ പാർട്സ് ഓഫ് സ്പീച്ചിൽ യൂസ് ചെയ്യണ സമയത്തിൽ നമുക്ക് അതിൻ്റെ ഫോംസിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്പെല്ലിങ്ങിലോ അല്ലെങ്കിൽ അതിൻ്റെ ഫോമിലൊക്കെ നമുക്ക് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. സോ അങ്ങനത്തെ കാര്യങ്ങൾ, ഒരു വേർഡ് കിട്ടിയാൽ അതിന് വേറെ പാർട്സ് ഓഫ് സ്പീച്ചിൽ നമ്മൾ ആ വേർഡ്സ് യൂസ് ചെയ്യാറുണ്ടോ, സെയിം വേർഡ് അങ്ങനെ തന്നെ ആണോ യൂസ് ചെയ്യാറ്, അല്ലെങ്കിൽ അതിൻ്റെ ഫോമിലും കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതെന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഒരു പാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബാങ്ക് എക്സാമിനേഷനിൽ നമുക്കറിയാം എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടാവും. അപ്പോൾ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് കുറേ ഗ്രാമർ ടോപ്പിക്സിനെ ബേസ് ചെയ്ത് അവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവും. അത് കൂടാണ്ട് ചില സമയത്ത് നൗൺ യൂസ് ചെയ്യേണ്ട, ഒരു വേർഡിൻ്റെ നൗൺ ഫോം യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് അവർ വെർബ് ഫോം യൂസ് ചെയ്യും. അല്ലെങ്കിൽ ആഡ്ജക്റ്റീവ് യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് അവർ ആഡ്വർബ് യൂസ് ചെയ്യും. ഓറൽസ് നേരെ തിരിച്ചു ആവാം. ആഡ്വർബ് യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് ചിലപ്പോൾ നൗൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെർബ് യൂസ് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ പാർട്സ് ഓഫ് സ്പീച്ച് മാറ്റിയൊക്കെ അവർ യൂസ് ചെയ്യും. അപ്പോൾ ഒരു വേർഡിൻ്റെ എന്താ പറയുക, ഒരു വേർഡിൻ്റെ അതിൻ്റെ മറ്റു ഫോംസിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രം, അല്ലെങ്കിൽ ഓരോ ഫോമിലും നമ്മൾ ആ വേർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളായി. ഇനി രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ആ വേർഡിൻ്റെ മീനിങ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ചില വേർഡ്സ് നമ്മൾ ഒരൊറ്റ കോണ്ടെക്സ്റ്റിലായിരിക്കും യൂസ് ചെയ്യണേ, അതായത് ഒരൊറ്റ മീനിങ്ങേ ചില വേർഡ്സിന് ഉണ്ടാവുള്ളൂ. ചില വേർഡ്സിന് മോർ ദാൻ 1 മീനിങ് ഉണ്ടാവും. നമ്മൾ ഒന്നിലധികം എന്താ പറയുക സിറ്റുവേഷൻസിൽ ആ സെയിം വേർഡ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ മീനിങ്സ് എല്ലാമാണ് നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ഇനി ഒരു വേർഡിൻ്റെ മീനിങ് അറിയാം നമുക്ക്, ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ നമുക്കൊരു വേർഡും അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ അറിയണത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുമ്പം അവരിപ്പോൾ റീഡിങ് കോംപ്രിഹെൻഷനിൽ ചില സമയത്ത് അവർ വേർഡ്സ് തന്നിട്ടുണ്ടാവും. ഇന്ന മീനിങ് ഉള്ള ഫ്രേസ് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള പാരഗ്രാഫിൽ ഇന്ന മീനിങ്ങിൽ യൂസ് ചെയ്തിട്ടുള്ള വേർഡ് ഏതാണ്, അല്ലെങ്കിൽ ഈ വേർഡിൻ്റെ മീനിങ് എന്താണെന്നുള്ള രീതിയിലുള്ള ഡയറക്റ്റായ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു 2, 3, 4 മാർക്സിനല്ല നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. 2 അല്ലെങ്കിൽ 3 റീഡിങ് കോംപ്രിഹെൻഷൻസ് നമ്മുടെ ബാങ്ക് എക്സാമിനേഷൻസിൽ ഉണ്ടാവാറുണ്ട് അല്ലേ, ബേസ്ഡ് ഓൺ ദ എക്സാമിനേഷൻ. ആ എക്സാമിനേഷനനുസരിച്ച് ചിലപ്പോൾ 2 അല്ലെങ്കിൽ 3 ഒക്കെ റീഡിങ് കോംപ്രിഹെൻഷൻ നമ്മുടെ ബാങ്ക് എക്സാമിനേഷനിൽ ഉണ്ടാകും. അപ്പോൾ എനിക്ക് ഒരു പാരഗ്രാഫിൽ തന്നെ അല്ലെങ്കിൽ ഒരു സിംഗിൾ റീഡിങ് കോംപ്രിഹെൻഷനിൽ തന്നെ ചിലപ്പോൾ 2 വേർഡ്സ് അല്ലെങ്കിൽ 3 വേർഡ്സിൻ്റെ മീനിങ്സ് ചോദിച്ചിട്ടുണ്ടാവും. ചില സമയത്ത് അവർ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് തന്നിട്ടുണ്ടാവും. റീഡിങ് കോംപ്രിഹെൻഷനിൽ മാച്ച് ദ ഫോളോയിങ്ങിൽ വേർഡ്സും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ മീനിങ്സും, അല്ലെ ഒരു സൈഡിൽ വേർഡ്സ് ആയിരിക്കും, മറ്റേ സൈഡിൽ അതിൻ്റെ മീനിങ്സ് ആയിരിക്കും. അത് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ഇതിൽ തന്നെ നമുക്കൊരു 3, 4 മാർക്സ് അല്ലെ ഒരു 5 മാർക്സും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ രണ്ടാമത്തെ പാർട്ടിയിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് ഒരു വേർഡും അതിൻ്റെ മീനിങ്ങും അറിഞ്ഞിരുന്നാൽ. തേർഡ് പാർട്ടാണ് നമ്മൾ ഓരോരോ മീനിങ്ങിലും നമ്മൾ ആ പെർട്ടിക്കുലർ വേർഡിൻ്റെ സിനണിംസ് ആയിട്ട് ഏതൊക്കെ വേർഡ്സ് ആണ് യൂസ് ചെയ്യണേ, ആൻറ്റണിംസ് ആയിട്ട് നമ്മൾ ഏതൊക്കെ വേർഡ്സ് ആണ് യൂസ് ചെയ്യണേ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ തേർഡ് പാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതിൻ്റെ സിനണിംസ്. ഇപ്പോൾ നമ്മുടെ റീഡിങ് കോംപ്രിഹെൻഷനിൽ ചില സമയത്ത് അവർ മീനിങ്സ് ചോദിക്കും, ചില സമയത്ത് അവർ ഇന്ന വേർഡിൻ്റെ സിനണിമായിട്ട് നിങ്ങളുടെ പാരഗ്രാഫിൽ തന്നിട്ടുള്ള വേർഡ് ഏതാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഇന്ന വേർഡിൻ്റെ ആൻറ്റണിം ഏതാണെന്ന് ചോദിക്കും. അതല്ലാതെ സിനണിംസ് ആൻറ്റണിംസ് എന്ന് തന്നെ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇന്ന വേർഡിന് പകരം നിങ്ങൾക്കിപ്പോൾ
ഫില്ലേഴ്സ് ആയിരിക്കാം. ഫില്ലേഴ്സിൽ നിങ്ങൾക്ക് ഈ വേർഡിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്, അല്ലെങ്കിൽ ഈ മീനിങ്ങിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്, ഓറൽസ് നിങ്ങൾക്ക് എന്താ പറയുക, വേർഡ് റീപ്ലേസ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വേർഡ് റീപ്ലേസ്മെന്റ് എന്നുള്ള ആ ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസിൽ ഇന്ന വേർഡിന് പകരം നിങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ ഏത് വേർഡാണ് യൂസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് മീനിങ്ങിൽ നിങ്ങൾക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാമിനേഷനിൽ ചോദിക്കും. ഒരു 3-4 മാർക്സ് നിങ്ങൾക്ക് ഈ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ തേർഡ് പാർട്ടിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. പിന്നെ ഫോർത്ത് പാർട്ട്, നമ്മൾ ഒരു സെന്റൻസിൽ നമ്മൾ ഈ വേർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോർത്ത് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. എറർ സ്പോട്ടിങ്ങിൽ നമുക്ക് ഇതിൻ്റെ യൂസ് ഉണ്ടാവും. പിന്നെ നമ്മൾ പഠിച്ച വേർഡിൻ്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് 1 അല്ലെങ്കിൽ 2 3 എക്സാമ്പിൾ സെൻറ്റൻസസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതാണ് നമ്മുടെ വേർഡ് ഓഫ് ദ ഡേ സെഷൻ്റെ 4 പാർട്സ്. 4 പാർട്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 4 പാർട്സിൽ നിന്നും നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാനുള്ള സ്കോപ്പ് കൂടുതലാണ്. അപ്പോൾ പറഞ്ഞ പോലെ ഒരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് വീഡിയോ നിങ്ങൾ കാണുമ്പം നിങ്ങൾക്ക് 10 മാർക്സ് സ്കോർ ചെയ്യാനുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോന്ന് കിട്ടും. പിന്നെ ജനറലി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം കമ്പാരിറ്റീവ്ലി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോവാം. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ വേർഡ് എന്ന് ഏതാന്ന് വെച്ചാൽ റാത്താണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ വേർഡ് റാത്താണ്. അപ്പോൾ ഈ റാത്ത് എന്നുള്ള വേർഡ് അത് ഏത് പാർട്ട് ഓഫ് സ്പീച്ചാണെന്ന് ചോദിച്ചാൽ, റാത്ത് എന്ന് പറയുന്ന വേർഡ് ഒരു നൗണാണ് അല്ലേ? ഒരു വേർഡ് നൗണാന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ വന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ആ നൗൺ ഒരു കൗണ്ടബിൾ ആയ നൗണാണോ, ആ നൗൺ അൺകൗണ്ടബിൾ ആയ നൗണാണോ, എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് പാർട്സ് ഓഫ് സ്പീച്ച്, അതേപോലെ നൗൺ എന്താണ്, പ്രൊനൗൺ എന്താണ്, അഡ്വർബ് എന്താണ്, വെർബ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെല്ലാ പാർട്സ് ഓഫ് സ്പീച്ചിനൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയ സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഇംഗ്ലീഷ് പേപ്പറിന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന മെയിൻ സെഷൻസ് അല്ലെങ്കിൽ മെയിൻ വീഡിയോസ് പോയി നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും. പിന്നെ അത് പ്രത്യേകം നമ്മുടെ ചാനലിൽ നമ്മൾ എല്ലാ കാര്യത്തിനും പ്രത്യേകം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അല്ലേ, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. നിങ്ങൾക്ക് എന്താ പറയുക, സംഭവങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ ആയാലും. ഇംഗ്ലീഷ് പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം പറയുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് റീഡിങ് കോംപ്രിഹെൻഷനും അതേപോലെ പാരാ ജംബിൾസും. ഈ 2 ക്വസ്റ്റ്യൻസിന്, അതായത് ഈ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ കുറേ ആൾക്കാർ മെനക്കെടാറുണ്ട്. പക്ഷേ ഈസി ആയ രീതിയിൽ നമുക്ക് ഈ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യും എന്നുള്ള കാര്യവും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റീഡിംഗ് കോംപ്രിഹെൻഷന് വേണ്ടി നമ്മളൊരു ഒരു സെഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. പാരാ ജംബിൾസിന് വേണ്ടി നമ്മളൊരു സെഷനും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു എക്സാമ്പിളും നമ്മൾ ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ നിർബന്ധമായും കാണണം. നമുക്കറിയാം റീഡിംഗ് കോംപ്രിഹെൻഷനും പാരാ ജംബിൾസും ഇല്ലാതെ ഒരൊറ്റ ബാങ്ക് എക്സാമിനേഷൻ പോലും ഉണ്ടാവില്ല. ബാങ്ക് എക്സാമിനേഷൻ എന്നല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആയാലും യു ക്യാൻ ഫൈൻഡ് സച്ച് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആയാലും നമ്മുടെ മോട്ടോ എന്ന് പറയുന്നത് അറ്റൻഡ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുകയും വേണം, നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കുകയും വേണം. അതേപോലെ നമ്മൾ കുറഞ്ഞ സമയത്തിൽ, ഇൻ മിനിമൽ ടൈം എന്ന് വേണമെങ്കിൽ പറയാം, ഏറ്റവും കുറഞ്ഞ സമയത്തിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൻ്റെ മെയിൻ മോട്ടോ അല്ലേ. അപ്പോൾ ഈസി ആയ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ പാരാജംബിൾസ് ആയാലും അല്ലെങ്കിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയാലും കറക്റ്റായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള, അതായത് അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് 2 സെപ്പറേറ്റ് സെഷൻസ് ആയി കണ്ടക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ആ സെഷൻസ് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കമ്മിങ് ബാക്ക് ടു അവർ വേർഡ് റാത്ത് അല്ലേ. റാത്ത് എന്നുള്ള വേർഡ് നൗണാണ്. ഈ നൗൺ ഏതാണ്? ഈ നൗൺ ഒരു കൗണ്ടബിൾ ആയ നൗണാണ്. ഒരു നൗൺ കൗണ്ടബിൾ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒബ്വിയസ്ലി അതിന് സിംഗുലറും പ്ലൂറലും ഉണ്ടാവും അല്ലേ. അപ്പോൾ റാത്ത് എന്നുള്ള വേർഡിൻ്റെ സിംഗുലർ ഫോം റാത്ത് തന്നെയാണ്. റാത്ത് എന്നുള്ള വേർഡിൻ്റെ നൗണിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? റാത്സ് ആണ്. ലാസ്റ്റ് ഒരു എസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റാത്ത് എന്നുള്ള നൗണിൻ്റെ പ്ലൂറൽ ഫോം കിട്ടും. മനസ്സിലായല്ലോ? നമ്മൾ പറഞ്ഞു റാത്ത് എന്നുള്ള വേർഡ് നൗണാണ്. അപ്പോൾ ഇനി ഈ റാത്ത് എന്നുള്ള വേർഡിന് നമ്മൾ വേറെ ഫോംസിൽ ഇത് യൂസ് ചെയ്യാറുണ്ടോ? ഓഫ് കോഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒന്നാണ് റാത്ത്ഫുൾ. റാത്ത്ഫുൾ എന്ന് പറയുന്നത് എന്താണ്? റാത്ത്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഡ്ജക്റ്റീവാണ്. റാത്ത്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഡ്ജക്റ്റീവ് ആണ്. നമ്മൾ ഈ അഡ്ജക്റ്റീവും അഡ്വർബും അതേപോലെ നൗണിൻ്റെ മീനിങ് അതായത് നമ്മുടെ റാത്ത് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഡിസ്കസ് ചെയ്യുമ്പം അഡ്ജക്റ്റീവായിട്ടും അഡ്വർബായിട്ടൊക്കെ എന്തായിട്ട് മീനിങ് എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, ഇനി റാത്ത്ഫുൾനെസ് അല്ല, റാത്ത്ഫുള്ളി.
റാത്ത്ഫുള്ളി എന്ന് പറയുന്നതാണ് എന്ത്? ആഡ്വർബ്. റാത്ത് എന്നുള്ള വേർഡിൻ്റെ അല്ലെങ്കിൽ റാത്ത്ഫുൾ എന്നുള്ള അഡ്ജക്റ്റീവിൻ്റെ ആഡ്വർബ് ഫോമാണ് റാത്ത്ഫുള്ളി. നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ കേസസിൽ 99% കേസസിലും എന്താണ്, നമ്മൾ നൗണിൻ്റെ കൂടെ എൽവൈ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അഡ്ജക്റ്റീവ് കിട്ടും. അഡ്ജക്റ്റീവിൻ്റെ കൂടെ എൽവൈ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഡ്വർബ് കിട്ടും അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ റാത്ത്ഫുൾ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്, അതിൻ്റെ കൂടെ എൽവൈ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് ആഡ്വർബ് കിട്ടി. നമുക്കറിയാം ഒരു അഡ്ജക്റ്റീവ് നമ്മളൊരു ആഡ്വർബ് ഡിറൈവ് ചെയ്യുമ്പം എന്താണ് ആ വേർഡിൻ്റെ മീനിങ്? ഇൻ സോ ആൻഡ് സോ മാനർ ആണ്. അപ്പോൾ റാത്ത്ഫുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എ റാത്ത്ഫുൾ മാനർ. ഓക്കെ, ഇനി കാര്യം റാത്ത് എന്നുള്ളതൊരു നൗണാണെങ്കിലും നമുക്ക് വേറൊരു നൗണും കൂടെ ഉണ്ട് ഈ ഒരു വേർഡുമായി അസോസിയേറ്റ് ചെയ്ത്, റാത്ത്ഫുൾനെസ്. റാത്ത്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അല്ലെങ്കിൽ ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് റാത്ത്ഫുൾ. സ്റ്റേറ്റ് ഓഫ് ബീയിങ് റാത്ത്ഫുളിനെയാണ് നമ്മൾ റാത്ത്ഫുൾനെസ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് റാത്ത്ഫുൾനെസ്? റാത്ത്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ റാത്ത്ഫുൾ ആയിരിക്കുന്ന ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ റാത്ത്ഫുൾനെസ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കമ്മിങ് ടു അവർ അഡ്ജക്റ്റീവ് അല്ലേ, റാത്ത്ഫുൾ എന്നുള്ള ഒരു അഡ്ജക്റ്റീവിലേക്ക് നമുക്ക് വരാം. നമുക്കറിയാം ഒരു അഡ്ജക്റ്റീവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും? അത് കമ്പാരബിൾ ആണോ? ഈ അഡ്ജക്റ്റീവ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അഡ്ജക്റ്റീവ് ആണോ, അതോ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അഡ്ജക്റ്റീവ് ആണോ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്ക് വരാൻ പോണ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? യെസ്. അപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ റാത്ത്ഫുൾ എന്നുള്ള അഡ്ജക്റ്റീവ് യെസ് അത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഡ്ജക്റ്റീവാണ്. അപ്പോൾ ഒരു അഡ്ജക്റ്റീവ് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ നമുക്കറിയാം ആ അഡ്ജക്റ്റീവിന് പോസിറ്റീവ് ഡിഗ്രി ഉണ്ടാവും, ആ അഡ്ജക്റ്റീവിന് കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ടാവും, ആ അഡ്ജക്റ്റീവിന് സൂപ്പർലേറ്റീവ് ഡിഗ്രി, 3 degrees ഓഫ് കമ്പാരിസൺ ഉണ്ടാവും. പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് റാത്ത്ഫുൾ തന്നെയാണ്. റാത്ത്ഫുൾ എന്നുള്ള വേർഡിൻ്റെ പോസിറ്റീവ് ഡിഗ്രി റാത്ത്ഫുൾ തന്നെയാണ്. അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി അതിൻ്റെ മുമ്പിൽ നമ്മളൊരു മോർ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റാത്ത്ഫുൾ എന്നുള്ളതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി കിട്ടും. അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി അതിൻ്റെ മുമ്പിൽ നമ്മളൊരു മോസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റാത്ത്ഫുൾ എന്നുള്ള വേർഡിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി കിട്ടും. മനസ്സിലായല്ലോ? യെസ്. ഇനി ഇതാണ് നമ്മുടെ റാത്ത് എന്നുള്ള വേർഡിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് പോവാം. നമുക്കതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നോക്കിക്കോളൂ. റാത്ത് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എക്സ്ട്രീം ആങ്കർ ആണ്. റാത്ത് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എക്സ്ട്രീം ആങ്കർ ആണ്. യെസ്. യെസ്. റാത്ത് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ്? റാത്ത് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എക്സ്ട്രീം ആങ്കർ ആണ്. യെസ്. അപ്പോൾ എന്താണ്? ഭയങ്കരമായ ദേഷ്യത്തിനെയാണ് നമ്മൾ റാത്ത് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേഷ്യം എന്ന് പറയുന്നതിനാണ് നമ്മൾ റാത്ത് എന്നുള്ള വേർഡ്. അപ്പോൾ എന്താണ് റാത്ത്ഫുൾ എന്ന് പറഞ്ഞാൽ? ആ ദേഷ്യത്തിലായിരിക്കണം ആ ഒരു എന്താ പറയുക, ഒരു ദേഷ്യത്തിലുള്ള എന്ന് പറയുന്ന ഒരു മീനിങ്, അല്ലെങ്കിൽ ഒരു ദേഷ്യക്കാരിയായ അല്ലെങ്കിൽ ഒരു ദേഷ്യക്കാരനായ എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? അഡ്ജക്റ്റീവായ റാത്ത്ഫുൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. നമുക്കറിയാം ആങ്കർ എന്ന് പറഞ്ഞാൽ ദേഷ്യമാണ്, ആംഗ്രി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ്? ആംഗ്രി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദേഷ്യമുള്ള. ഷീ ഈസ് ആൻ ആംഗ്രി വിമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഭയങ്കര ദേഷ്യക്കാരിയാണ്, എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാളെയാണ് നമ്മൾ ആംഗ്രി ലേഡി അല്ലെങ്കിൽ ആംഗ്രി വിമൻ എന്ന് പറയണല്ലോ. അപ്പോൾ ഷീ ഈസ് ആൻ ആംഗ്രി വിമൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യക്കാരിയാണ്. അപ്പോൾ റാത്ത്ഫുൾ എന്നുള്ളതിൻ്റെ മീനിങ് നമുക്ക് എന്ത് പറയാം? യെസ്, ഒരു എക്സ്ട്രീം ഒരു എന്താ പറയുക, ഒരു ദേഷ്യപ്പെടുന്ന ഒരാൾ അല്ലേ, ഭയങ്കരമായ ഒരു ദേഷ്യമുള്ള എന്ന് പറയണം. അങ്ങനത്തെ എന്താ പറയുക, അങ്ങനെ നൗണിന് ഏതെങ്കിലും നൗണിന് നമ്മൾ എന്താ പറയുക ക്വാളിഫൈ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് റാത്ത്ഫുൾ എന്നുള്ള അഡ്ജക്റ്റീവ് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഭയങ്കര ഒരു ദേഷ്യക്കാരിയാണെന്ന് പറയുമ്പം ഷീ ഈസ് ആൻ ആംഗ്രി വിമൻ എന്ന് പറയുന്നതിന് പകരം ഷീ ഈസ് എ റാത്ത്ഫുൾ വിമൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ എന്താണ് റാത്ത്? ഒരു എക്സ്ട്രീം ലെവൽ, ഭയങ്കരമായ ഒരു ദേഷ്യം എന്ന് പറയുന്ന മീനിങ്ങിലാണ് നമ്മൾ റാത്ത് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്കിതിൻ്റെ സിനണിംസ് നോക്കാം. അപ്പോൾ സിനണിംസ് പറയുമ്പോൾ ദേഷ്യം അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം എന്ന മീനിങ്സ് വരുന്ന വേർഡ്സ് ആണ് നമ്മൾ ആ ഒരു മീനിങ് വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ റാത്ത് എന്നുള്ളതിൻ്റെ സിനണിംസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആങ്കർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം.
പിന്നെ നമ്മൾ പറയുമ്പോൾ നമുക്ക് റേജ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം, ഔട്ട്റേജ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു ദേഷ്യം, അല്ലെ? ഒരു വഴക്ക് അല്ലെങ്കിൽ ഒരു തർക്കമൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാവണ ഒരു ഭയങ്കരമായ ഒരു ദേഷ്യത്തിനെയാണ് നമ്മൾ ഏത് വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഔട്ട്റേജ് എന്ന് പറഞ്ഞാലും അതാണ്, ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ഒരു ആങ്കറിനെയാണ് നമ്മൾ ഔട്ട്റേജ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറൊരു വേർഡ് നമുക്ക് പറയാം ഫ്യൂരി. ഫ്യൂറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതാണ്, ഭയങ്കരമായ ഒരു ദേഷ്യത്തിനെയാണ് നമ്മൾ ഫ്യൂറി എന്ന് പറയുന്നത്. ഫ്യൂറിയസ് എന്നുള്ളൊരു വേർഡ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? നമ്മൾ ഭയങ്കര കോമൺ ആയി നമ്മൾ പറയാറുള്ള ഒരു സംഭവമാണ് ഫ്യൂറിയസ്. ഫ്യൂറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭയങ്കരമായ ഒരു ദേഷ്യമുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കലിപ്പായ എന്നൊക്കെ ഉള്ള, ഒരു കലിപ്പിലായ എന്നൊക്കെ ഉള്ള ഒരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് ഫ്യൂരിയസ്. യെസ്. ക്യൂരിയസ് എന്നൊരു വേർഡ് ഉണ്ട്, ക്യൂരിയസ്. ഒരൊറ്റ ലെറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, അല്ലേ? ഫ്യൂരിയസ് എന്ന് പറയുന്നത് എഫിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്യൂരിയസ് എന്ന് പറയുന്നത് സിയിലാണ്. ഒരൊറ്റ ലെറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, പക്ഷേ മീനിങ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ക്യൂരിയസ് എന്ന് പറയുമ്പം ഭയങ്കര ആകാംക്ഷയുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക, അതിനോടൊരു ഈഗർനെസ് ഉള്ള. ഷീ ഈസ് വെരി ക്യൂരിയസ് അബൌട്ട് ഡൂയിങ് സർവീസ്, അല്ലെങ്കിൽ ഷീ ഈസ് വെരി ക്യൂരിയസ് ഇൻ ഡൂയിങ് ന്യൂ തിങ്സ്. പുതിയ കാര്യങ്ങൾ ചെയ്യണതിൽ അവൾക്ക് ഭയങ്കര ഒരു ആകാംക്ഷയാണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഉത്സാഹമാണ്. ഷീ ഈസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഈഗർനെസ് ആണ് അത്തരം കാര്യങ്ങളിൽ, ഭയങ്കര ഒരു കൗതുകമാണ് അത്തരം കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നതിലാണ്, അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ക്യൂരിയസ് എന്നുള്ളൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യെസ്. അല്ലേ? പിന്നെ നമുക്ക് യൂസ് ചെയ്യാം അനോയൻസ് എന്നുള്ള വേർഡ്. അനോയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അനോയൻസ് എന്ന് പറയുന്നത് ദേഷ്യമാണ്. അനോയൻസ്, അനോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേഷ്യപ്പെടുക എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ അനോയ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണം. അത് വെർബാണ്. അനോയൻസ് എന്ന് പറയുമ്പം ദേഷ്യം എന്നുള്ളൊരു മീനിങ്ങിൽ അനോയൻസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് യൂസ് ചെയ്യാം സ്പ്ലീൻ എന്നൊരു വേർഡ് ഉണ്ട്. യെസ്, സ്പ്ലീൻ എന്നൊരു വേർഡ് ഉണ്ട്. സ്പ്ലീൻ എന്ന് പറയുന്നത് ഒരു ബോഡി പാർട്ട് കൂടെയാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ, അല്ലേ? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ സിസ്റ്റത്തിൽ നമുക്ക് കുറേ ബോഡി പാർട്സ് ഉണ്ടല്ലോ. പാൻക്രിയാസ്, ലിവർ, ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, അല്ലെങ്കിൽ റെക്റ്റം എന്ന് പറഞ്ഞാൽ കുറേ ബോഡി പാർട്സിൻ്റെ കൂട്ടത്തിൽ വരുന്ന വേറൊരു ബോഡി പാർട്ടാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വന്ന ആ ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ബോഡി പാർട്ടാണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മീനിങ് ഉണ്ട്. അത് കൂടാണ്ടുള്ളൊരു മീനിങ് ആണ് ഒരു ദേഷ്യം, അല്ലെ? ഒരു ഭയങ്കരമായ ഒരു ദേഷ്യം എന്ന് പറയുന്ന മീനിങ്ങിൽ വി ക്യാൻ യൂസ് ദ വേർഡ് സ്പ്ലീൻ. ഓക്കെ. പിന്നെ നമുക്ക് എക്സാസ്പിറേഷൻ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. എക്സാസ്പിറേഷൻ എന്ന് പറയുമ്പം യെസ്, ഭയങ്കരമായ ഒരു ദേഷ്യം എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ എക്സാസ്പിറേഷൻ, ബാഡ് ടെമ്പർ എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇൽ ഹ്യൂമർ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. യെസ്, ഇൽ ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഭയങ്കരമായ ഒരു ദേഷ്യം അല്ലെങ്കിൽ ബാഡ് ടെമ്പർ എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഇൽ ഹ്യൂമർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. യെസ്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇൻഡിഗ്നേഷൻ എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇൻഡിഗ്നേഷൻ എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇൻഡിഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പം യെസ്, എന്താ പറയുക, എന്തെങ്കിലും ഒരു മോശമായ ഒരു ട്രീറ്റ്മെൻറ്റ്, നമ്മൾ ആരെങ്കിലും ഒരു അൺഫെയർ ആയി ട്രീറ്റ് ചെയ്താൽ അത്തരം സിറ്റുവേഷൻസിൽ നമുക്കൊരു ദേഷ്യം ഒക്കെ വരുമല്ലോ. ആ ഒരു ദേഷ്യത്തിനെയാണ് നമ്മൾ ഇൻഡിഗ്നേഷൻ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷാഗ്രിൻ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. ഷാഗ്രിൻ, എനിക്ക് തോന്നുന്നു നമ്മുടെ വേർഡ് ഓഫ് ദ ഡേ സെഷൻസിൽ, അല്ലേ, ഏതോ ഒരു സെഷനിൽ നമ്മൾ ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്ത ഒരു വേർഡാണ് ഷാഗ്രിൻ. ഷാഗ്രിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഹ്യൂമിലിയേഷൻസ് കാരണം, എന്തെങ്കിലും നാണക്കേട് കാരണം, അല്ലെങ്കിൽ ഇൻസൾട്ട് കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലിയേഴ്സ് കാരണം ഒക്കെ നമുക്ക് വരുന്ന ഒരു ഭയങ്കര ഒരു ദേഷ്യത്തിനെയാണ് നമ്മൾ ഷാഗ്രിൻ എന്നുള്ളൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കണം. പിന്നെ ഇറിറ്റേഷൻ, അതേപോലെ എന്താണ്? യെസ്, ഇറിറ്റേഷൻ എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇറിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു അസ്വസ്ഥത, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര എന്താ പറയുക, നമുക്കൊരു ഒരു സുഖമില്ലാത്തത്, അല്ലെ? ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഭയങ്കര അൺകംഫർട്ടബിളായി ഫീൽ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിൽ നമുക്ക് ഇറിറ്റേഷൻ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാറുണ്ട്. അതെനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കണ പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എന്താണ്, ഒരു ദേഷ്യം വരുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരു ദേഷ്യപ്പെടുത്തുന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് എന്ന് പറയണത്. അപ്പോൾ ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ യെസ്, ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു ദേഷ്യം എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് ഇറിറ്റേഷൻ.
സോ ഇതൊക്കെയാണ് നമ്മുടെ റാത്ത് എന്നുള്ള വേർഡിൻ്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വേർഡ്സ്. ഇനി ആൻറ്റണിംസ് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, യെസ് ഇത് ദേഷ്യമാണ് അല്ലെങ്കിൽ അസ്വസ്ഥതയാണ്. സോ നമുക്ക് ഹാപ്പിനെസ് എന്നുള്ളൊരു വേർഡ് നമുക്ക് റാത്തിന് പകരം റാത്തിൻ്റെ ആൻറ്റണിമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഹാപ്പിനെസ് എന്ന് പറയുമ്പം സന്തോഷമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇൽ ഹ്യൂമർ എന്ന് പറയുന്നത് ബാഡ് ടെമ്പർ ആണ്. സോ ഗുഡ് ഹ്യൂമർ എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഗുഡ് ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഒരു ഹാപ്പി ആയ അല്ലെങ്കിൽ ഒരു കാമായ റിലാക്സ്ഡ് ആയ അല്ലെ ഒരു ഹാപ്പിനെസ് എന്നുള്ളൊരു മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഗുഡ് ഹ്യൂമർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റാത്ത് എന്നുള്ള വേർഡ്സിൻ്റെ സിനോണിംസ് ആയിട്ടും ആൻറ്റണിംസ് ആയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ഓക്കെ, ഞാൻ 2 സെൻറ്റൻസ് എഴുതാം. ഷി ഫിയേർഡ് ഹെർ ഫാദേഴ്സ് റാത്ത്. ഓക്കെ, വേറൊരു സെൻറ്റൻസ് ഹി വെൻറ്റഡ് ഓൾ ഹിസ് റാത്ത് ഓൺ ഹിസ് colleagues. അപ്പോൾ 2 എക്സാമ്പിൾ സെൻറ്റൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഒന്ന് എന്താണ്? ഷി ഫിയേർഡ് ഹെർ ഫാദേഴ്സ് റാത്ത് അല്ലേ, അച്ഛൻ്റെ ദേഷ്യത്തിന് അവൾ ഭയങ്കരമായിട്ട് അവൾ പേടിച്ചു. അപ്പോൾ എന്തെങ്കിലും കാര്യം ഒപ്പിച്ചിട്ടുണ്ടാവും. സോ അവൾക്കറിയാം ആ സമയത്ത് അച്ഛൻ ഭയങ്കരമായിട്ട് അത് അറിഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുന്നറിയാം. അപ്പോൾ അവൾ എന്താണ്, അവളുടെ ഫാദറിൻ്റെ ആ ദേഷ്യത്തിനെ അവൾ ഭയങ്കരമായിട്ട് പേടിച്ചു. ദേഷ്യം എന്ന് പറയുന്ന മീനിങ്ങിലാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്തേക്കുന്നത്? റാത്ത് എന്നുള്ള വേർഡ്. ഇതിന് മുമ്പ് ചിലപ്പോൾ നിങ്ങൾ ഈ കുറേ പേര് ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ഉണ്ട്, ഷി ഫിയേർഡ് ഹെർ ഫാദേഴ്സ് റാത്ത് എന്നുള്ളതിന് പകരം ആങ്കർ എന്നുള്ള വേർഡ് ആയിരിക്കാം നമ്മൾ കുറേ പേരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആങ്കർ എന്നുള്ള വേർഡിന് പകരം യെസ് നിങ്ങൾ ഏത് വേർഡ് യൂസ് ചെയ്യുക? റാത്ത് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക. യെസ്. ഇനി ഹി വെൻറ്റഡ് ഓൾ ഹിസ് റാത്ത് ഓൺ ഹിസ് കലീഗ്സ് അല്ലേ, അയാൾ എന്താണ്? വെൻറ്റ്. യൂസ് ഈ സ്പെല്ലിങ് ശ്രദ്ധിക്കുക, ഇത് VENT ആണ്. WENT എന്നൊരു വെൻറ്റ് ഉണ്ട്, അത് ഗോയുടെ പാസ്റ്റ് ടെൻസ് ആണ്. WENT എന്നൊരു വെൻറ്റ് ഉണ്ട്, അത് ഗോയുടെ പാസ്റ്റ് ടെൻസ് ആണ്. ഗോ വെൻറ്റ് ഗോൺ ആണ് അല്ലേ. ഗോ എന്ന് പറയുന്നത് പോവുക. ഗോ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്, പാസ്റ്റ് ടെൻസ് ഫോമാണ് വെൻറ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഗോൺ അതേപോലെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോയിങ് അല്ലേ. യെസ്. അപ്പോൾ ആ വെൻറ്റ് വേറെയാണ്, ഇത് VENT ആണ്. ഈ വെൻറ്റിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് തള്ളുക എന്നുള്ളൊരു മീനിങ് ആണ്. നമ്മുടെ എന്തെങ്കിലും ഒരു സംഭവത്തിൽ പ്രഷർ ചെയ്ത് വെച്ചേക്കണത് അല്ലെങ്കിൽ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പുറത്തേക്ക് തള്ളുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ വെൻറ്റ് എന്നുള്ള വേർഡ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇതിൽ എയർ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു എയർ ഉണ്ട്, നമ്മൾ അതിനെ പുറത്തേക്ക് നമ്മൾ ഒരു എന്താ പറയുക, നമ്മൾ അതിനെങ്ങനെ പുറത്തേക്ക് തള്ളുവാണെങ്കിൽ, എന്തെങ്കിലും ഒരു സംഭവം അതിനെ പുറത്തേക്ക് തള്ളുവാണെങ്കിൽ അവിടെ നമ്മൾ വെൻറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. അതേപോലെ നമ്മുടെ ഇമോഷൻസ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് ആയാലും അതിപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള യൂസേജ്, നമ്മൾ കൂടുതലും അതിനെ നെഗറ്റീവ് ഇമോഷൻസിൻ്റെ കൂടെയാണ് നമ്മൾ ഈ വെൻറ്റ് എന്നുള്ള വേർഡ് കൂടുതലും കണക്ട് ചെയ്യാറ്. അതിപ്പോൾ ഒരു ദേഷ്യം അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു സങ്കടം അല്ലേ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു നെഗറ്റീവായ ഇമോഷൻസ് നമുക്ക് ഉണ്ടെങ്കിൽ, ഹാപ്പിനെസ് അല്ലെങ്കിൽ അത്തരം പോസിറ്റീവ് ഇമോഷൻസിൻ്റെ കൂടെ നമ്മൾ കൂടുതലും വെൻറ്റ് എന്നുള്ള വേർഡ് അധികം യൂസ് ചെയ്യാറില്ല. നെഗറ്റീവ് ഇമോഷൻസ് ആയാലും നമുക്ക് നമ്മുടെ മനസ്സിലുള്ള എന്തെങ്കിലും പേടിയായാലും അല്ലെങ്കിൽ ഭയങ്കരമായ സങ്കടമായാലും ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ദേഷ്യമായാലും അല്ലേ, അതിനെയൊക്കെ നമ്മൾ പുറത്തേക്ക് തള്ളി അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ ഇമോഷൻ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് വെൻറ്റ് എന്നുള്ള ആ ഒരു വേർഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഹി വെൻറ്റഡ് ഓൾ ഹിസ് റാത്ത് ഓൺ ഹിസ് കലീഗ്സ് അല്ലേ, അയാൾക്ക് ഭയങ്കരമായ ദേഷ്യമായിരുന്നു. ആ ദേഷ്യം മുഴുവനും അയാൾ ആരിലേക്കാണ് കാണിച്ചത്? അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യം മുഴുവനും അയാളുടെ കലീഗ്സിൻ്റെ പുറത്തേക്കാണ് അയാൾ കാണിച്ചത്. അപ്പോൾ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവാം, അപ്പോൾ അതിൻ്റെ ദേഷ്യം അയാളുടെ മനസ്സിലുണ്ടാവില്ല. യൂഷ്വലി നടക്കാറുള്ളതാണ്. ഇപ്പം നമുക്ക് വേറെ ആരെങ്കിലും കാരണം നമുക്ക് ദേഷ്യം വന്നു, പക്ഷെ അവരോട് നമുക്ക് ആ ദേഷ്യം കാണിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആരെങ്കിലും നമ്മുടെ ആ സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ അവരോട് കാണിക്കും. യെസ്. സോ ആ ഒരു രീതിയാണ് ഇയാളും ഫോളോ ചെയ്തത്. ഹി വെൻറ്റഡ് ഓൾ ഹിസ് റാത്ത് ഓൺ ഹിസ് കലീഗ്സ്. അയാളുടെ കലീഗ്സിൻ്റെ കൂടെ കലീഗ്സിൻ്റെ അടുത്ത് അയാളുടെ ദേഷ്യം മുഴുവനും അയാൾ കാണിച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ റാത്ത് എന്ന് പറയുന്നത് എന്താണ്? ദേഷ്യം. യെസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വേർഡ് ഓഫ് ദി ഡേ സെഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ഈസി ആയ ഒരു വേർഡാണ്, റാത്താണ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, W സൈലൻ്റ് ആണ്, WRATH ആണ് റാത്ത്. ഓക്കെ. അപ്പോൾ നമുക്കൊരു ക്വിക്ക് റീക്യാപ്പ് നോക്കാം.
എന്നിട്ട് നമ്മുടെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ റാത്ത് എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ ആയ നൗണാണ്. റാത്സ് ആണ് അതിൻ്റെ പ്ലൂറൽ ഫോം അല്ലേ. യെസ്. പിന്നെ നമ്മൾ അതിൻ്റെ മീനിങ് ഡിസ്കസ് ചെയ്തു. എക്സ്ട്രീം ലെവൽ ഓഫ് ആങ്കർ ആണ്. റാത്ത്ഫുൾ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ഫോമാണ്. മോർ റാത്ത്ഫുൾ, മോസ്റ്റ് റാത്ത്ഫുൾ ആണ് അതിൻ്റെ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. റാത്ത്ഫുള്ളി എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ എ റാത്ത്ഫുൾ മാനർ ആണ് അല്ലേ. ഹി ബിഹേവ്ഡ് റാത്ത്ഫുള്ളി, ഹി ബിഹേവ്ഡ് അല്ലെങ്കിൽ ഹി ടോക്ക്ഡ് റാത്ത്ഫുള്ളി, ഓർ എന്താ ഹി ഷൗട്ടഡ് റാത്ത്ഫുള്ളി, ഭയങ്കര ദേഷ്യത്തിൽ എന്ന പോലെ ഷൗട്ട് ചെയ്തു അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ എന്ന പോലെ സംസാരിച്ചു. സോ അങ്ങനെ. അപ്പോൾ ഇന്ന റാത്ത്ഫുൾ മാനറിനെയാണ് നമ്മൾ റാത്ത്ഫുള്ളി എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. പിന്നെ നമുക്ക് കുറച്ച് സിനണിംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, കുറച്ച് ആൻറ്റണിംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, എക്സാമ്പിൾ സെൻറ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഇന്ന് ഈ ഒരു സെഷനിൽ റാത്ത് എന്നുള്ള വേർഡിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണതാണെങ്കിൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ ഇല്ല നമുക്ക് ഏതെങ്കിലും നമ്മുടെ അപ്കമിങ് സെഷൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്. അപ്പം ഞാൻ എന്നും പറയാറുള്ള പോലെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടും അതേപോലെ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ ബാങ്ക് എക്സാമിനേഷൻ്റെ സെഷൻസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കുറച്ച് എന്താ പറയുക, ഒരു വലിയൊരു ഗ്യാപ്പായി എൻട്രൻസ് എക്സാമിനേഷൻ്റെ സെഷൻസിൽ നമ്മൾ ഉടനെ തന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യും. യെസ്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യണ ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആയാലും, കാര്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബാങ്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും നമുക്കറിയാം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലും നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ SSC ആയാലും അല്ലെങ്കിൽ റെയിൽവേയുടെ എക്സാമിനേഷൻ നിങ്ങൾ എടുക്കുവാണെങ്കിൽ കൺസിഡർ ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ UPSC ആയാലും അഡീഷണലി നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അതിലൊക്കെ പഠിക്കാനുണ്ടാവും എന്നല്ലാതെ ഈ ടോപ്പിക്സ് ഒക്കെ ആ എക്സാമിനേഷൻസിലും നിങ്ങൾക്കുണ്ട്. ഇത്തരം ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് ആ എക്സാമിനേഷൻസിൽ അവർ ചോദിക്കും. നമ്മുടെ എന്താ പറയുക ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ലെവൽ ഓഫ് കോംപ്ലക്സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ലെവൽ ഓഫ് ഡിഫിക്കൽറ്റിയിലൊക്കെ ആയിരിക്കും നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നത് അല്ലേ. യെസ്. അപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു സ്റ്റുഡൻറ്റ് പോയി പഠിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ക്വാളിറ്റിയിലാണോ നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, അത്രയും ക്വാളിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ നമ്മൾ ട്രൈ ചെയ്യുന്നത്. കുറേയൊക്കെ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കോമൻറ്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞാൽ മതി. ഇപ്പം തന്നെ ചെയ്യാൻ പറ്റണതാണെങ്കിൽ ഇപ്പം ചെയ്യാം, ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ പറ്റണ പോലെയൊക്കെ നമുക്കത് ചെയ്യാം. യെസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കണതെങ്കിൽ യെസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. യെസ്. റെഗുലറായിട്ട് വീഡിയോസ് ഫോളോ ചെയ്യുക. റെഗുലറായിട്ട് വീഡിയോസ് ഫോളോ ചെയ്താൽ യെസ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് എക്സാമിനേഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. യെസ്. അപ്പം നെക്സ്റ്റ് വേർഡ് ഓഫ് ദി ഡേ സെഷനിൽ നമുക്ക് വേറൊരു വേർഡും അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.